രോഗപ്രതിരോധ ശേഷി നിലനിർത്തുന്ന നല്ലൊരു ഔഷധമാണ് ഈ കറിമത്തൻ. ഇതുപോലെ ചുവന്ന ചെറിയ മത്തൻ നോക്കി വാങ്ങണം. എന്നിട്ട് ദിവസവും ഒരു കഷ്ണം ഇതുപോലെ തോട് മാറ്റി കഴുകിയതിന് ശേഷം തോട് മാറ്റി ഇതുപോലെ ഒരു പാത്രത്തിൽ നിരത്തി വെച്ച് ഇതിന് മീതെ കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും വിതറി ഇതിനെ പുഴുങ്ങിയെടുക്കണം. വെള്ളത്തിലിട്ട് വേവിച്ച് അതിൻ്റെ പോഷകമൂല്യം നഷ്ടപ്പെടാണ്ടിരിക്കാനാണ് ഇതുപോലെ കുരുമുളക് ഇട്ട് ഒരു വിസിൽ കേട്ടാൽ മതി. നന്നായിട്ട് വെന്ത് കുഴയണ്ട. ഇതുപോലെ കുക്കറിൽ വെള്ളം വെച്ച് അതിൻ്റെ മുകളിൽ വെച്ച് ഇത് ഒരു വിസിൽ കേട്ട് എടുത്ത് നന്നായിട്ട് തണുക്കാൻ വയ്ക്കണം. തണുക്കാൻ വച്ചതിന് ശേഷം ഉച്ചഭക്ഷണത്തിൻ്റെ കൂടെയോ അല്ലാതെയോ രാവിലെയോ ഏത് സമയമായാലും ശരി തന്നെ ഇതുപോലെ നമുക്ക് ഇങ്ങനെ എടുത്ത് കഴിക്കാവുന്നതാണ്. എടുത്ത് കഴിക്കുന്നത് കൊണ്ട് നല്ല ഹെൽത്തിയാണ്. അങ്ങനെ കഴിക്കാൻ പറ്റാത്തവർക്ക് ജ്യൂസ് അടിച്ച് കുടിക്കാം. അതുപോലെ തന്നെ കുടങ്ങൾ ബുദ്ധിശക്തിക്കും നല്ല ഓർമ്മശക്തിക്കും എല്ലാത്തിനും ഞരമ്പ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വരാതിരിക്കാനും തലച്ചോറിനും ഒക്കെ നല്ലതാണ്. ഒരാൾ രോഗിയായിട്ട് കിടപ്പിൽ കിടന്നപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഈ കുടങ്ങളെടുത്ത് ദിവസം കൊടുക്കുക. അങ്ങനെ അവർ പറഞ്ഞതുകൊണ്ട് ഞാൻ അവർക്ക് വേണ്ടി നട്ട് പിടിപ്പിച്ച് വീട്ടിൽ ധാരാളം ഇപ്പോഴുണ്ട്. അപ്പോൾ ഇത് കുട്ടികളൊന്നും കഴിക്കാൻ മടിയാണ്. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യുന്നത്, ഈ കുടങ്ങൽ കൊണ്ട് കട്ട്ലറ്റ് പോലെ വട പോലെ ഒക്കെ ഉണ്ടാക്കും. അങ്ങനെ കുറച്ച് കുടങ്ങൽ കിട്ടിയപ്പോൾ ഞാൻ ഇത് പച്ചയ്ക്ക് ചവച്ചരച്ച് തേനും വായിലൊഴിച്ച് കഴിക്കാറാണ് പതിവ്. അങ്ങനെ ഞാൻ കുട്ടികളുടെ വയറ്റിൽ 2 എണ്ണം വീതം പോകുമല്ലോ എന്ന് കുറച്ച് പരിപ്പെടുത്ത് ഈ കുറച്ച് കുടങ്ങലും കുറച്ച് കറിവേപ്പില എടുത്ത് 2 പച്ചമുളക് 1 കഷ്ണം ഇഞ്ചി ഇത്രയിട്ട് സവാള ഒഴിച്ച് ബാക്കി എല്ലാം മിക്സിയിലിട്ട് കുറച്ച് ക്രഷായിട്ട് അരച്ചെടുത്തതിന് ശേഷം ഈ സവാളയോ അല്ലെങ്കിൽ ചെറിയ ഉള്ളിയാണ് നല്ലത്, ചെറിയ ഉള്ളിയോ സവാളയോ എന്തെങ്കിലും ഇട്ട് കുറച്ച് ഉപ്പും ഇട്ട് നന്നായിട്ട് ഞെരടിയതിന് ശേഷം കോൺഫ്ലവർ ചേർക്കണം. അരിമാവ് ചേർത്താൽ കല്ല് പോലെ ഇരിക്കും. ഈ കോൺഫ്ലവർ അരിമാവും ചേർക്കാൻ കുഴപ്പമില്ല. ഞാനിവിടെ ചേർത്തത് 2 ടീസ്പൂൺ കോൺഫ്ലവറാണ്. കോൺഫ്ലവർ കൊണ്ട് നന്നായിട്ട് വട്ടത്തിൽ 7 എണ്ണം ഉണ്ടാക്കാം. നല്ല ഹെൽത്തിയും നല്ല ഇതാണ്. ഈ കുടങ്ങൽ വയറ്റിൽ പോകും. അങ്ങനെ നമ്മൾ 7 എണ്ണം ഉണ്ടാക്കി ഇതുപോലെ വെച്ചതിന് ശേഷം ഇപ്പോൾ കാണാൻ നല്ല പച്ച നിറത്തിൽ നല്ല മാർബിൾ ഇട്ടതുപോലെ ഇരിക്കുകയാണ്. അതിൻ്റെ മീതെ ഇട്ടതിന് ശേഷം ഇത് എണ്ണയിലിട്ട് പൊരിച്ച് കോരിയെടുക്കാം. എള്ളെണ്ണയോ തവിടെണ്ണയോ വെളിച്ചെണ്ണയോ എന്തെങ്കിലും ഉപയോഗിക്കാം. സൺഫ്ലവർ ഉപയോഗിക്കുന്നത് കുഴപ്പമില്ല, എന്നാലും എല്ലപ്പോഴും ഒരു കാണമെങ്കിൽ ഉപയോഗിക്കാം. അങ്ങനെ ഇതിൽ ഇട്ട് കോരിയെടുത്ത് നല്ല ടേസ്റ്റിയും നല്ല ഹെൽത്തിയും ചെറുതീയിലിട്ട് നല്ല സാധാരണ വട പോലെ മുരുമുരായിട്ട് പൊരിച്ചെടുക്കണം. ഇത് നമ്മൾ കഴിക്കുന്നത് നല്ല ഹെൽത്തിയാണ്. കുടങ്ങലും 2 3 വീതം ഓരോരുത്തർക്ക് വയറ്റിൽ പോകും. നാളെ കറി വയ്ക്കുമ്പോൾ ഈ കുടങ്ങൽ വേറെ എന്തെങ്കിലും ചേർത്ത് എൻ്റെ ചാനലൊന്ന്